ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു സാമ്പാറാണ്. അതിനമ്മ ഒരു ഉരുളി എടുത്ത് അടുപ്പയിലോട്ട് വെച്ചു. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം, തൊമര വേകാനുള്ള. തൊമര വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് തൊമര കഴുകിയിടാം അതിനകത്തോട്ട്. തീ കത്തിക്കട്ടെ. തീ കത്തിച്ചു. ഇനി നമുക്ക് തൊമര കഴുകി ഇതിനകത്തോട്ട് ഇടാം. തൊമര എല്ലാം കഴുകിയെടുത്തു. അമ്മ നാഴി തൊമരയ്ക്ക് എടുത്തിട്ടുണ്ട്. നാഴി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല, പണ്ടത്തെ നാഴിയാ. ഇപ്പോൾ ഒരു ഗ്ലാസ്, അത് 1/4 കിലോ തൊമരയ്ക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതായിട്ട് 2-3 വെള്ളം കഴുകി എടുത്തതാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. തൊമര നല്ലതായിട്ട് വേകട്ടെ. നമുക്ക് അതിനകത്തോട്ട് 2-3 സ്പൂണിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പം തൊമര നല്ലതായിട്ട് വേകും. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. വേകട്ടെ നല്ലതായിട്ട്. കാരണം നമ്മുടെ തൊമരയെല്ലാം നല്ലതായിട്ട് വെന്ത്, സാമ്പാർ തൊമര നല്ലതായിട്ട് വെന്ത്, നമുക്ക് ഓരോ കഷ്ണങ്ങൾ ഇനി അതിനകത്തോട്ട് ഇടാം. പിന്നെ 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, 100 ഗ്രാം വെള്ളരിക്ക അരിഞ്ഞത്, 150 ഗ്രാം പടവലങ്ങ അരിഞ്ഞത്, അതുകൊണ്ട് ക്യാരറ്റ് 2 എണ്ണം, കത്രിക്ക വഴുതനങ്ങ അരിഞ്ഞത്, അമരക്കാപ്പയർ അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിനുള്ള കൊച്ചുള്ളി ഇടുന്ന നല്ല രുചി സാമ്പാറിന്. പിന്നെ 4-5 പച്ചമുളക് കീറിയത്. ഇത്രയും നമുക്ക് വേകട്ടെ. തക്കാളിക്കായും മുരിങ്ങയ്ക്കായും വെണ്ടയ്ക്കായും ഇത് കുറച്ച് വെന്തിട്ടിടാം, അല്ലെങ്കിൽ അതങ്ങ് അളിഞ്ഞു പോകും. ഇനി നല്ലവണ്ണം ഒന്ന് വേകട്ടെ, നമുക്കൊന്ന് മൂടി വെക്കാം. അതിൻ്റെ കൂടെ നമുക്ക് അതുകൊണ്ട് 1 കഷ്ണം കായം, നല്ലൊരു കായം 1 കഷ്ണമുണ്ട്, അതും കൂടെ കിടക്കട്ടെ ഇതിനകത്തോട്ട്. ഇതിനി നല്ലവണ്ണം വേകട്ടെ. സാമ്പാർ നല്ലതായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂണ്, നല്ലൊരു സ്പൂൺ ഉപ്പിടാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം 1 സ്പൂണിന്. ഇത് നല്ലതായിട്ട് ഒന്നുകൂടെ വേകട്ടെ. പകുതി വേവായി. ഇത് വരണം. ഇവിടെ മൂടി വെക്കാം, വേഗത്തെ ഒന്നുകൂടെ. നമുക്ക് ഇതിനകത്തോട്ട് തക്കാളിക്ക ഇടാതിരിക്കുക 2 എണ്ണം, വലിയ 1 മുരിങ്ങക്ക അരിഞ്ഞത്, ഇതും കൂടെ ഒന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം. വെണ്ടയ്ക്ക എണ്ണയ്ക്കകത്ത് വഴുത്തിയാണ് ചേർക്കുന്നത്. ഇതൊന്ന് വേകട്ടെ. ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴുത്തിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയൊന്ന് ചൂടാകട്ടെ. എന്നിട്ട് കടുകിടാം.
നമ്മുടെ കടുക് പൊട്ടി നമുക്ക് 3-4 ചുവന്ന മുളകിടാം. അതിനകത്തൊക്കെ കുറച്ച് കരിയാപ്പല, നമുക്ക് ഇതിനകത്തോട്ട് വെണ്ടയ്ക്ക ഇടാം വഴത്താൻ. വെണ്ടയ്ക്ക ഉരുണ്ട പുളിക്ക് ഇട്ട് നമുക്കതൊന്ന് ഞെരടിയെടുക്കാം. പുളിയെ തോടംപുളി, തോടംപുളിയല്ല വാളംപുളി, തെറ്റിപ്പോയി. നല്ലതായിട്ട് ഞെരടി അതിൻ്റെ ചാറ് നമുക്ക് സാമ്പാറിനകത്ത് വരും. വെണ്ടയ്ക്ക എല്ലാം നല്ലതായിട്ട് വഴന്ന് വരുന്നു. അപ്പം അതിനകത്തോട്ട് സാമ്പാർ പൊടി ഇട്ടൊന്ന് ഇതാക്കിയിട്ട് അതിനകത്തോട്ട് എടുക്കുക. നമുക്ക് സാമ്പാറിനകത്തോട്ട് എടുത്തൊഴിക്കാതെ നമുക്ക് ഇതങ്ങോട്ട് സാമ്പാറിനകത്തോട്ട് ഇടാം. നമുക്കിതൊന്ന് ഇളക്കാം. സാമ്പാർ പൊടി ഇട്ടിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ വേണം, ആവശ്യമുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഈ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കാം, കുറച്ച് വെള്ളം കൂടെ. ഈ പുളിവെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം അതിനകത്തോട്ട്, സാമ്പാറിനകത്തോട്ട്. ഈ വെള്ളം സാമ്പാറിയല്ല, ഉലുവപ്പൊടിയും കൂടി ഇടാം. അങ്ങോട്ട് കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണേ. ഉലുവായിട്ടത് നമുക്ക് ഇത്രയും വെള്ളം മതി സാറിനെ. വയ്ക്കുമ്പോഴേന് വരും. ഒന്ന് നോക്കട്ടെ, ഉപ്പൊന്ന് നല്ലവണ്ണം തിളട്ടെ. ഇനി ഇത് ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ ഇച്ചിരി കൂടെ സാമ്പാർ ഒന്ന് സാറാണ്. ചന്നിനും എല്ലാവരും മതിയക്ക് വിളമ്പാൻ ഓണിന് ഓണസാട്ടും എല്ലാം കൊള്ളാവുന്ന ഒരു സാമ്പാർ അടിമായി. മേഡം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാം നമുക്ക് അന്നേരം അമ്മയിടുന്ന വീഡിയോ ഒക്കെ കാണാം. മേഡം വരെ.